ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന +1 സുവോളജിയിൽ നിന്നെടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ വരാൻ പോകുന്ന നീറ്റ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ മോക്ക് ടെസ്റ്റും. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്, മിസ് ചെയ്യരുത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും റെസ്പിറേറ്ററി വോള്യൂംസ് ആൻഡ് റെസ്പിറേറ്ററി കപ്പാസിറ്റി അത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. രണ്ട് തരത്തിൽ വരാറുണ്ട്. ലൈക്ക് ഈ മോഡൽ വരാറുണ്ട്, ഒപ്പം മാച്ച് ദി ഫോളോയിങ്ങിലും വരാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ദി വോള്യൂം ഓഫ് എയർ റിമൈനിങ് ഇൻ ദി ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ ആവറേജസ് അബൌട്ട്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷന് ശേഷവും നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലുള്ള എയറിൻ്റെ വോള്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫോഴ്സിബിൾ എക്സ്പിരേഷന് ശേഷവും നമ്മുടെ ലങ്സിൽ കാണുന്ന എയറിൻ്റെ വോള്യം നമുക്കറിയാം. അതെന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസിഡുവൽ വോള്യമാണ്. ശരിയല്ലേ? റെസിഡുവൽ വോള്യമാണ്. റെസിഡുവൽ വോള്യം അഥവാ RV എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, RV എത്രയാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടൈഡൽ വോള്യം, ഇൻസ്പിറേറ്ററി റിസർവ് വോള്യം അഥവാ IRV, ERV അഥവാ എക്സ്പിറേറ്ററി റിസർവ് വോള്യം ആൻഡ് RV. ടൈഡൽ വോള്യം എന്ന് പറയുന്നത് എത്രയാണ്? 500 ml ആണ്. ശരിയല്ലേ? 500 ml ആണ്. അതുപോലെ IRV എന്ന് പറയുന്നത് എത്രയാണ്? IRV എന്ന് പറയുന്നത് 2500 to 3000 ml ആണ്. ERV എന്ന് പറയുന്നത് എത്രയാണ്? ERV എന്ന് പറയുന്നത് 1000 ml to 1100 ml ആണ്. ഇനി RV എന്ന് പറഞ്ഞാലോ 1100 മുതൽ 1200 ml വരെയാണ്. സോ ടൈഡൽ വോള്യം 500 ആണ്. ഇൻസ്പിറേറ്റഡ് റിസർവ് വോള്യം 2500 to 3000 ml ആണ്. എക്സ്പിറേറ്റഡ് റിസർവ് വോള്യം 1000 to 1100 ആണ്. റെസിഡുവൽ വോള്യം 1100 to 1200. ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്താണ്? RV ആണ്, അത് റെസിഡുവൽ വോള്യം ആണ്. സോ എത്രയായിരിക്കും അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്? 1200 to 1200. 1200 to 1200 അഥവാ ഓപ്ഷൻ 2 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. Which of the following is not associated with inspiration? ഇൻസ്പിരേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം, then contraction of internal intercostal muscles, contraction of external intercostal muscles, and lifting of ribs and sternum. നമുക്കറിയാം പ്രോസസ്സുകളാണ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും. ശരിയല്ലേ? കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗം? ഇൻസ്പിരേഷൻ്റെ ഭാഗമാണോ എക്സ്പിരേഷൻ്റെ ഭാഗമാണോ? ഡയഫ്രം കൺട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇൻസ്പിരേഷൻ്റെ ഭാഗമാണ്. ശരിയല്ലേ? ഇൻസ്പിരേഷൻ്റെ ഭാഗമാണ്. Then contraction of internal intercostal muscles എന്ന് പറയുന്നത് എക്സ്പിരേഷൻ്റെ ഭാഗമാണ്. ശരിയല്ലേ? നിങ്ങളുടെ NCERT പറഞ്ഞിട്ടുണ്ട് ഇൻസ്പിരേഷൻ്റെ സമയത്ത് നടക്കുന്നത് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിന്റെ കൺട്രാക്ഷൻ ആണ്. അതായത് ഇതെന്ന് പറയുന്നത് ഇൻസ്പിരേഷൻ്റെ ഭാഗമാണ്. ദെൻ ലിഫ്റ്റിംഗ് ഓഫ് റിബ്സും ആൻഡ് സ്റ്റേർണം, ഇത് രണ്ടും ഇൻസ്പിരേഷൻ്റെ ഭാഗമാണ്. സോ ചുരുക്കി പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഇൻസ്പിരേഷൻ? ഇൻസ്പിരേഷനുമായി അസോസിയേറ്റ് ചെയ്യാത്തത് ഏതാണ്? ഓപ്ഷൻ 2 കൺട്രാക്ഷൻ ഓഫ്
കൺട്രാക്ഷൻ ഓഫ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്, അഥവാ എക്സ്പിരേഷൻ ആണ്. ഓക്കെ, അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പലപ്പോഴും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാം. The total lung capacity or TLC is the volume of air accommodated in the lungs at the end of a forced inspiration. എന്താണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി അഥവാ TLC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ആക്ച്വലി വാട്ട് ഈസ് TLC എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ടൈഡൽ വോള്യൂം പ്ലസ് വൈറ്റൽ കപ്പാസിറ്റി, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് റെസിഡുവൽ വോള്യൂം, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. ഓക്കെ, ഇത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. സി, ഞാൻ ടൈഡൽ വോള്യൂം എടുത്തു, ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം എടുത്തു, എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം അഥവാ ERV എടുത്തു, ദെൻ റെസിഡൽ വോള്യൂം എടുത്തു. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇവരൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. സി, ഓക്കെ, സോ ഞാനൊരു പേന എടുക്കാം. ഓക്കെ, സോ നമ്മൾ നോക്കാം. നമുക്കറിയാം TV പ്ലസ് IRV എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അഥവാ IC ആണ്, ശരിയല്ലേ? എന്നാൽ TV പ്ലസ് ERV എന്ന് പറയുന്നത് എക്സ്പിറേറ്ററി കപ്പാസിറ്റി അഥവാ EC ആണ്. ഓക്കെ ആണോ? ഇനി ഈ 3 പേരും TV പ്ലസ് IRV പ്ലസ് ERV ഇവർ 3 പേരും ചേരുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വൈറ്റൽ കപ്പാസിറ്റി അഥവാ VC എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? വൈറ്റൽ കപ്പാസിറ്റി അഥവാ VC. IRV പ്ലസ് TRV പ്ലസ് ERV. ഓക്കെ ആണോ? ഇനി ERVയും RVയും കൂടി ചേരുകയാണെങ്കിൽ അതിനെ നമുക്ക് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി അഥവാ FRC എന്ന് വിളിക്കാം. ഏതൊക്കെ കൂടി ചേരുമ്പോഴാണ്? ERVയും RVയും. ഇനി ഇതെല്ലാം ഒരുമിച്ച് ചേരുകയാണെങ്കിലോ അതിനെ നമുക്ക് ടോട്ടൽ ലങ് കപ്പാസിറ്റി അഥവാ TLC എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വാട്ട് ഈസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി? TV പ്ലസ് IRV. വാട്ട് ഈസ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി? TV പ്ലസ് ERV. ദെൻ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? TV പ്ലസ് IRV പ്ലസ് ERV. ശരിയല്ലേ? TV പ്ലസ് IRV പ്ലസ് ERV. അതെന്താണ്? വൈറ്റൽ കപ്പാസിറ്റി. ഇനി എന്താ FRC എന്ന് പറയുന്നത് അഥവാ ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി അഥവാ FRC എന്ന് പറഞ്ഞാൽ എന്താണ്? ERV പ്ലസ് റെസിഡുവൽ വോള്യൂം RV ആണ്. ഇനി TLC അഥവാ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വൈറ്റൽ കപ്പാസിറ്റി എല്ലാം ഒരുമിച്ചാണ്. അതായത് IRV പ്ലസ് TV പ്ലസ് ERV പ്ലസ് RV ഇതെല്ലാം ഒരുമിച്ച് കൂടിയതാണ് എന്ത്? ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിന് മറ്റു തരത്തിൽ എങ്ങനെ എഴുതാം? നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് FRC എന്ന് എഴുതി കൂടെ അങ്ങനെ എഴുതാം. വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് FRC പല തരത്തിൽ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഓപ്ഷനിലോട്ടൊന്ന് വന്ന് നോക്കാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി അല്ല, വരില്ല. ടൈഡൽ വോള്യൂം പ്ലസ് വൈറ്റൽ കപ്പാസിറ്റി വരുമോ? ഇല്ല, അതും വരില്ല. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് റെസിഡുവൽ വോള്യൂം വരുമോ? ഇല്ല. നമുക്ക് 4ാമത്തെ ഓപ്ഷൻ എടുത്താലോ? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് ഫങ്ഷൻ റെസിഡുവൽ കപ്പാസിറ്റി. നോക്കൂ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇത് IRV പ്ലസ് TV ആണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ FRC. അത് ഏതൊക്കെയാ? നമുക്കറിയാം FRC എന്ന് പറയുന്നത് ERV പ്ലസ് RV. ശരിയല്ലേ? ഈ IC അഥവാ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ IRV പ്ലസ് TV. ഈ 2 പേരായി. ഇവരോടൊപ്പം ERV പ്ലസ് RV അഥവാ FRC കൂട്ടുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടും. ശരിയല്ലേ? ടോട്ടൽ ലങ് കപ്പാസിറ്റി. സോ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പ്ലസ് FRC എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റിക്ക്
സമമാണ്, ഈക്വൽ ആണ്. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഇത്തരത്തിൽ നമുക്ക് പല തരത്തിൽ എഴുതാം. സോ നിങ്ങൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിൽ വളച്ചൊടിച്ച് അവർ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല. കുറച്ച് വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത്യാവശ്യം ഡെപ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നീ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം മറക്കരുത്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ ആവുക. നമ്മുടെ അതിൽ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ എത്രത്തോളം യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തന്നെ പല പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ സെയിം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് വഴി വരുന്നത്. ഒപ്പം നമ്മളൊരു ടെസ്റ്റ് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഗ്രൂപ്പിൽ മെമ്പർ ആവുക. അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ എക്സാം അടുത്തുകൊണ്ട് വരികയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് കൂട്ടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.